ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് രാവിലെ നടന്ന പോർച്ചുഗൽ vs ക്രൊയേഷ്യ ഒരു കട്ട് മാച്ച് ഉണ്ടായിരുന്നു. രണ്ട് ടീമും മികച്ച ഫോമിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത്. ആദ്യം ക്രൊയേഷ്യയിലെ പേഴ്സിക് ഒരു ഗോൾ നേടുകയും 1-0 എന്ന സ്കോറിൽ ക്രൊയേഷ്യയെ ലീഡ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. എന്നാൽ 68-ാം മിനിറ്റിൽ പോർച്ചുഗലിന് ലഭിച്ച ആ പെനാൽറ്റിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഗോളടിച്ച് 1-1 സ്കോറാക്കുന്നു. അവസാന മിനിറ്റിൽ ഗൊണാഷ്യോ ഗാമോസ് എന്ന് പറയുന്ന ഒരു താരം ഹെഡ് ചെയ്ത് ഒരു മികച്ച ഗോൾ തന്നെ സൃഷ്ടിക്കുന്നു. അങ്ങനെ പോർച്ചുഗൽ 2-1 എന്ന സ്കോറിൽ വിജയം നേടുന്നു. ആ കളിയിലെ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് നേടുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയായിരുന്നു. അതിൽ ലുക്ക മോഡ്രിക്കിൻ്റെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും അവസാനത്തെ വേൾഡ് കപ്പായിരുന്നു. അവർ റൗണ്ട് ഓഫ് 32 തന്നെ അവർ പുറത്ത് പോകുന്നത് നമുക്ക് എത്ര സങ്കടം കിട്ടുമെന്ന് നമുക്കറിയാം. പക്ഷേ ലുക്ക മോഡ്രിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയും മികച്ച കളി തന്നെയായിരുന്നു കളിച്ചിരുന്നത്. ക്രൊയേഷ്യ അവസാന മിനിറ്റിൽ ഒരു ഗോൾ നേടുന്നു. എന്നാൽ വാർ ചെക്കിങ്ങിലൂടെ അത് ഗോളല്ല എന്ന് സൃഷ്ടിക്കുന്നു. ഈ ഒരു നീണ്ട മാച്ചിൽ വിജയിച്ച പോർച്ചുഗലിന് അടുത്തതായി ലഭിക്കാൻ പോകുന്ന ടീം ഏതാണ്? ഇറ്റ് ഈസ് സ്പെയിൻ. സ്പെയിനും പോർച്ചുഗലും നമുക്കറിയാം ഇന്നാൾ നാഷണൽ ലീഗ് ഫൈനൽ മാച്ച് നടന്നിരുന്നു. അതിൽ പോർച്ചുഗൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയിച്ചിരുന്നു. ഇനി നമുക്ക് എന്താണെന്ന് കാണാം. അപ്പോൾ ശരി, ബായ്.